ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ നാട്ടിൽ പോയി ഒരു 15 ദിവസത്തെ വെക്കേഷനൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വീണ്ടും ഷാർജയിലെത്തി. ഇന്നത്തെ വ്ളോഗ് ഒരു നൊസ്റ്റാൾജിക് മെമ്മറി വ്ളോഗാണ്. ഇത് നാട്ടിലുള്ളവർക്ക് എത്രത്തോളം ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നാട് വിട്ടിട്ട് ഇവിടെ നിൽക്കുന്നവർക്ക് ശരിക്കും ഇതൊരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയായിരിക്കും. ബാക്കിയെല്ലാം വീഡിയോയിൽ കാണാം. രാവിലെ എണീറ്റ് റൂം തുറന്ന പാടെ കാണുന്ന കാഴ്ചയാണിത്. മയിലുകളാണ്. വീട്ടിൽ ഇവർ അതിഥി എന്ന് പറയാൻ പറ്റില്ല, ഇവരിവിടുത്തെ സ്ഥിരം ആൾക്കാരാണ്. മയിലിനൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നേരെ വന്നത് അടുക്കളയിലേക്കാണ്. അടുക്കളയിൽ വന്നപ്പോൾ ദോശമാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല കല്ലിൽ ചുട്ട ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഇതാ ദോശ ഉണ്ടാക്കുകയാണ്. ദോശയിലേക്ക് ഉരുളൻകിഴങ്ങ് കറിയുണ്ട്, ചട്നിയുണ്ട്. അപ്പം ഇനി എന്തായാലും ഇതൊക്കെ കഴിച്ചിട്ട് ബാക്കി പണികൾ നോക്കണം. അത് ഒറ്റക്ക് കഴിക്കണ്ട. വെള്ളം വേണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പറമ്പിലേക്ക് ഇറങ്ങി. ഉച്ചക്കൽക്ക് ആവശ്യമുള്ള കുറച്ച് വേപ്പിൻ്റെ ഇല, കുറച്ച് കാന്താരി മുളക്, പപ്പായ ഒക്കെ പൊട്ടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂടുതലും ഉണ്ടാവുക ഇങ്ങനെ തവിടുള്ള അരിയാണ്. ഇതാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത്. ഒരു 50% തവിടുള്ള അരിയാണ്. അരി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തേങ്ങ ചിരവിയെടുക്കുകയാണ്. ഉച്ചയ്ക്ക് കറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് പച്ചപ്പപ്പായ വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ്. പരിപ്പും പച്ചപ്പപ്പായും കൂടിയിട്ട് വേവിക്കുക. വേവിച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് സവോള, തക്കാളി, ഒരു പച്ചമുളക്, വേപ്പിൻ്റെ ഇല ഇത്രയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഇത് ഈ പരിപ്പും പപ്പായും കൂടിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറി, ഒഴിച്ച് കറിയാണ്. ഇതെൻ്റെ ഫേവറേറ്റ് മീനാണ്, മാന്തളാണ്. മാന്തൾ മുളകിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്. പിന്നെ ഇത് മാന്തൾ ഫ്രൈയും ആക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ വീടിൻ്റെ സൈഡിലാണ് പാടുള്ളത്. ഇവിടെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ ഫുള്ള് കളിച്ചിരുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സ്കൂളും കാണാം. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പോവാൻ പറ്റൂലേ? എന്തുണ്ടാവും? ഈ കാണുന്നതാണ് ഞാൻ പഠിച്ചിരുന്ന സ്കൂള്, അമൽ ഇംഗ്ലീഷ് സ്കൂള്. ഞാൻ KG മുതൽ 8th വരെ ഇവിടെയാണ് പഠിച്ചത്. പോവാ
കൃഷി ഉണ്ടായിരുന്നില്ല. ഈ ടൈം മുതൽ തന്നെ പാടം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കളി ഇവിടെ തന്നെ ആയിരിക്കും. ഏപ്രിൽ മെയ് സ്കൂൾ പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂത്താപ്പാടത്തെ കുട്ടികളൊക്കെ വരും. അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സൈക്കിളൊക്കെ എടുത്തിട്ട് നേരെ വൈകുന്നേരം പാടത്തേക്കാണ് വരിക. പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ചമ്മന്നൂരാണ്. ഇവിടുന്ന് നേരെ ഈ പാടത്തുനിന്ന് നേരെ കാണുന്നത് കാട്ടാമ്പാലാണ്. അപ്പോൾ ഇത്രയും അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തോടൊക്കെ മുറിച്ച് കടന്ന് അതുവരെ നടക്കും. എന്നിട്ട് പിന്നെ വീണ്ടും തിരിച്ച് നടക്കും. പിന്നെ ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറാവുകൾ ഇറങ്ങിയിരുന്നു. അപ്പോൾ താറാവിൻ്റെ പിന്നാലെ ഓടലും അങ്ങനെ ഒരു രസമുള്ള കാലമായിരുന്നു അത്. പിന്നെ ഓർമ്മ വെച്ച കാലം മുതലേ വീട്ടിലുള്ള ഒരു സാധനമാണ് അപ്പൂപ്പന്താടി. ഇത് വള്ളിയായിട്ടാണ് വളരുന്നത്. ഇത് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഏതെങ്കിലും മരത്തിൻ്റെ മേലെ കയറി പോയിട്ട് പിന്നെ ഒരു വേനൽക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഡ്രൈ ആവും. അതിൻ്റെ ഒരു കായാണ് അത് ഡ്രൈ ആയിട്ട് പൊട്ടിയിട്ടാണ് അപ്പൂപ്പന്താടി അതിൽ നിന്ന് ഇങ്ങനെ പാറി പറന്നിട്ട് പോവുക. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ അതിൻ്റെ അടിയിലായിട്ട് അതിൻ്റെ വിത്ത് ഉണ്ടാവും. ആ വിത്ത് വീണിട്ടാണ് ഈ വള്ളി മുളക്കുന്നത്. ഇതിപ്പോൾ ഒരു കായ മാത്രമാണ് പൊട്ടിയിട്ടുള്ളൂ, ബാക്കിയൊന്നും പൊട്ടിയിട്ടില്ല. അപ്പോൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് പൊട്ടിക്കുന്നത്. കാണാ പൊന്നും മിന്നും കെട്ടി കളനോപുര താളം കൊട്ടി കാതിൽ പൂവൽ കമ്മൽ ചാത്തി കളവേണി വന്നാട്ടെ കൊന്ന പൂവാൽ കന്നിക്കോടി ആലിലയാൽ പീലി താലി കന്നി പെണ്ണെ നിന്നെ ചാർത്താൻ കാറ്റിന്റെ കസ്തൂരി മൈലാഞ്ചി കയ്യിൽ പൂവിതൾ വളയുമാ ഇതുവഴി വരവേ നിനക്കു നേരാം മംഗള സൗഭാഗ്യം. മാണിക്കച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നു പോയി. കാടുന്നു കാണാനായി കൂടുന്നു കൂട്ടാനായി ആകാശപ്പുഴ നീന്തി കുതിച്ചു പോയി. കണ്ടു മലനിര ഓഹോ കണ്ടു താഴ്വര ചോല കണ്ടേ
ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കുറച്ചെങ്കിലും പഴയകാല ഓർമ്മകളൊക്കെ ഒന്ന് അയവിറക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.